വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസിൽ നടന്നത് ആൾക്കൂട്ട വിചാരണയെന്ന് പോലീസ്. ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ അഖിലാണെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു. SFI പ്രവർത്തകനായ അഖിലിനെ പാലക്കാട് നിന്നും പോലീസ് പിടികൂടി. വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേരളത്തിലും ആൾക്കൂട്ട വിചാരണ ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രധാന പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഇപ്പോഴും മറ്റു പ്രതികൾ ഒളിവിലാണ്, 10-ലധികം പ്രതികൾ ഒളിവിലാണെന്നും പറയുന്നു. പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കുന്നത്? രജനി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാണ് നിലവിൽ പാലക്കാട് സ്വദേശിയായും 2ാം വർഷ വിദ്യാർത്ഥിയുമായ അഖിലാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. നിലവിൽ പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ 12 പ്രതികളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പ്രതിയാണ് അഖിൽ SFIയുടെ സജീവ പ്രവർത്തകനാണ്. ഈ സിദ്ധാർത്ഥനെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ട വിചാരണ 130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായി ഈ അഖിൽ ഉൾപ്പെടുന്ന 12 SFI നേതാക്കൾ ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ പ്രധാന പ്രതി തന്നെ പിടിയിലായിരിക്കുന്നത്. നിലവിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കൂട്ടുപ്രതികളായ 11 പേരെയും കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിലവിൽ ശേഖരിച്ചു വരുന്നത്. ഇന്നലെ 6 പ്രതികൾ പിടിയിലായിരുന്നു. അത് ആ കോളേജിൽ ഉണ്ടായിരുന്ന SFIയുടെ മറ്റ് പ്രവർത്തകരാണ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് 25-ലധികം പേർ ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ 18ഓളം പ്രതികളാണ് ഈ കേസിൽ പ്രതികളായിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്നും പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു മണിക്കൂറുകളോളമായിരുന്നു ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായത്. അതും പോലീസ് തുറന്നു സമ്മതിക്കുന്നു. അതേസമയം ഇന്നലെ പോലീസ് പറഞ്ഞ ഒരു നിലപാടിൽ നിന്നും പോലീസ് ഇന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ആ കോളേജിൽ SFIയുടെ കോടതി ഉണ്ടായിരുന്നതായി ഇന്നലെ ഇത്തരത്തിൽ പോലീസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ കോളേജിലെ വിദ്യാർത്ഥികൾ നിലവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം വർഷങ്ങളായി തന്നെ ആ കോളേജുമായി ബന്ധപ്പെട്ട് SFIയുടെ കോടതിയുണ്ട്. ആ കോടതിയായിരിക്കും ഇത്തരം പരാതികൾ കേൾക്കുന്നത്. അതിനുശേഷമായിരിക്കും ശിക്ഷ വിധിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അന്ന് നടന്ന സംഭവം. ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥനെതിരെ ഒരു പരാതി ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SFI നേതാക്കൾ ആൾക്കൂട്ട വിചാരണ നടത്തുകയാണ്. ആ കോളേജിന് മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ 130ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റിയായിരുന്നു, അത്തരത്തിലുള്ള നഗ്നനാക്കിയായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരുന്നത്. ആ മർദ്ദനം 3 മണിക്കൂറിലധികം നീണ്ടു. തുടർന്നായിരുന്നു പിറ്റേ ദിവസം അത്തരത്തിൽ പലതവണയായി ഈ വിദ്യാർത്ഥിയെ ഈ SFI നേതാക്കളെത്തി ക്രൂരമായി മർദ്ദിച്ചു. കൂടെയുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഒരക്ഷരം മിണ്ടാൻ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അത്തരത്തിൽ മർദ്ദനം നടക്കുക. നിലവിലെ സാഹചര്യത്തിൽ പോലും അന്വേഷണ സംഘത്തോട് പോലും ഇത്തരത്തിൽ കൂടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇത്തരം മൊഴി നൽകാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. അതിന് സമാനമായി ഇതിനിടെ കൂട്ടിച്ചേർക്കാനുള്ളതാണ് ഈ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ ആ കോളേജിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്നുള്ള ചോദ്യം നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. ശരി ശ്രീജിത്ത്, എന്തായാലും ഈ വിഷയം തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമുക്കിപ്പോൾ അതിഥികളും കൂടെ ഉണ്ട്. അഡ്വക്കേറ്റ് സുരേഷ്, BJP, RS പ്രഭാത്, LDF, ജോർജ് ജോസഫ്, റിട്ടയർഡ് SP, ഷിബു M, സിദ്ധാർത്ഥന്റെ അമ്മാവൻ എന്നിവർ നമ്മളോടൊപ്പം അതിഥികളായിട്ട് ചേരുന്നുണ്ട്. ആദ്യം RS പ്രഭാതിലേക്കാണ് പോകുന്നത്. പ്രഭാത്, നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകും. SFIക്ക് കോടതി, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFIക്ക് ഒരു കോടതി. എന്തിനാണ് SFIക്ക് അവിടെ ഒരു കോടതി ഉണ്ടായത്? ഇതിന് പിന്നിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടമായത്. നാളെയുടെ വാഗ്ദാനമാകേണ്ട സിദ്ധാർത്ഥ്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കണ്ണീരോടെ, ഇപ്പോഴും അവരുടെ കണ്ണീര് തോർന്നിട്ടില്ല. ഒരു നാടിൻ്റെ മൊത്തം, നെടുമങ്ങാടെന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ മൊത്തം കണ്ണീര് ഇതുവരെയും തോർന്നിട്ടില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ കളികൾ നടത്തുന്നത്? ഞാനൊരു അച്ഛനാണ്. ഇപ്പം നോക്കൂ, ഏത് വിദ്യാർത്ഥി സംഘടനയായാലും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കലാലയങ്ങളിൽ പാടില്ല. അത് SFI ആയിക്കോട്ടെ, ABP ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കലാലയങ്ങൾ എന്തായിരുന്നു, അതിൽ നിന്ന് മാറി ആൾക്കൂട്ടങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കലാലയങ്ങളുള്ളത്. അത് മാറണം. അതിന് പകരം ആശയങ്ങളുടേതായിരിക്കണം. നമുക്കിവിടെ അടുത്തുള്ള കോളേജുകളെ പരിശോധിക്കാം. BTM NSS കോളേജ്, MG കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്. ഈ കോളേജുകളെല്ലാം ആശയപരമല്ല, പകരം കയ്യൂക്കിൻ്റെതായ രീതിയിലുള്ള രാഷ്ട്രീയമാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. അത് BTM NSS കോളേജിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പേ നടന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടെ ഒരു കുട്ടി സംസാരിച്ചപ്പോൾ അയാളുടെ വീട്ടിൽ കയറിയാണ് അടിച്ചത്. അത് അടിച്ചത് ABP ആണ്. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല.
SFI ചെയ്യുന്നതിന് ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കലാലയ രാഷ്ട്രീയങ്ങളെ പറ്റിയുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയം മാറപ്പെടുകയാണ്. അവിടെ പോകുന്നത് ഈ കലാലയങ്ങളിൽ നിന്ന് പുതിയ അവസരങ്ങളുണ്ടായി, അവരുടെ ആശയങ്ങളുണ്ടായി, അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രാഷ്ട്രീയ പ്രവർത്തകർ വാർത്തെടുക്കപ്പെടാനുള്ള ഒരു ഭാഗമാണ് ഈ കലാലയങ്ങൾ. അതിന് പകരം ഇത്തരം ആൾക്കൂട്ടങ്ങളായി മാറുന്നു. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഇത്തരം രീതിയിലുള്ള ആൾക്കൂട്ടം വിചാരണ ഈ കോളേജിൽ SFI മാത്രമല്ല ചെയ്യുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്ന MG കോളേജ് ആയിക്കോട്ടെ, VTM-NSS കോളേജ് ആയിക്കോട്ടെ, പന്തളം NSS കോളേജ്, എല്ലാ കോളേജുകളിലും ഇത്തരം ആൾക്കൂട്ടങ്ങളുണ്ട്. അത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കോളേജിൽ തന്നെ ആ കോളേജിൽ നിന്ന് എത്ര പേരായിരിക്കും SFIക്കാർ? വളരെ കുറച്ചായിരിക്കും ആശയപരമായി നിൽക്കുന്നത്. പകരം അവിടെ ഒരു ഫോഴ്സ്ഫുൾ ആവുമ്പോൾ എല്ലാവരും അതിൽ ചേരുകയും അതിനകത്ത് ചേരുന്നത് തന്നെ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അപ്രമാദിത്വം കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും. ഞാൻ ഒന്നൊന്നും പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ അവർ ഈ രീതിയിലുള്ള കലാലയങ്ങൾക്കകത്ത് ആരാണ് സ്ട്രെങ്ത്, അത് കലാലയങ്ങൾ മാത്രമല്ല, പകരം ഇപ്പോൾ നമ്മുടെ NGO സെക്ടറിൽ എടുത്താൽ തന്നെ അവിടെയും ഇതാണ്. ആ ഓഫീസിൽ ആരാണുള്ളത്, അവരുടെ അഭിപ്രായം അത് മാറണം. അത് മാറി രാഷ്ട്രീയ ആശയങ്ങൾക്കായിരിക്കണം പ്രാധാന്യം. ഇത് തികച്ചും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ LDF-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ലഭിക്കില്ല. അതുകൊണ്ടാണ് SFIക്കാരായിക്കോട്ടെ, ഇത് നിങ്ങൾ നോക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ഇവർ ഇങ്ങനെ ഇപ്പോൾ കാണുന്നത് പോലെ അവരെ വണ്ടിയിൽ കയ്യാമം വെച്ച് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് ഇവിടുത്തെ LDF എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഈ പ്രതികളെയൊക്കെ പിടിക്കാൻ കഴിയുമോ? അപ്പോൾ ഇവിടെ രാഷ്ട്രീയമില്ല. ആര് തെറ്റ് ചെയ്താലും, അത് LDF-ൻ്റെ ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ABP ആയിക്കോട്ടെ, ആര് തെറ്റ് ചെയ്താലും ഈ രീതിയിൽ അവർക്കവിടെ സംരക്ഷണം ലഭിക്കില്ല എന്നുള്ളതും കൂടെ കാണിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഈ കേസ് എങ്ങനെ പരിഗണിച്ചു എന്നുള്ളത്. നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾ നോക്കൂ, എന്തെല്ലാം വിഷയമുണ്ട്. ആരെ അറസ്റ്റ് ചെയ്തു? ഇപ്പം തന്നെ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം പറയണ്ടായി. ഇതിനകത്ത് അദ്ദേഹം എത്ര ഇത് എന്തെല്ലാം വിഷയങ്ങൾ നടന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവസാനമല്ലേ? ഇത് അതേപോലെ കാത്തിരിക്കേണ്ടി വന്നില്ലല്ലോ. എത്രയോ നിമിഷങ്ങൾക്കകം ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു. ആ വെളിപ്പെട്ടതിന് ശേഷം അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നിശ്ചയമുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇന്നുള്ളത്. ആ ഗവൺമെൻറ് ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല ഇത്തരം വിഷയങ്ങളിൽ. നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും ഇങ്ങനെ കാണിക്കുന്ന ഒരാൾക്കും ലഭിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീ ആർ. സുപ്രഭാത്, ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം താങ്കൾ പറഞ്ഞു ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഒരു വിദ്യാർത്ഥികൾക്കും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SFIയുടെ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന സമയത്ത് 130ഓളം വിദ്യാർത്ഥികളുടെ നടുക്കിട്ടുകൊണ്ടാണ് ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദനം നടത്തുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല. കാരണം ഇവരോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇവരെ തടുത്തു നിർത്താൻ വേണ്ടി ഒരു വിദ്യാർത്ഥികൾക്കും കഴിയുന്നില്ല. കാരണം അവർ അത്രയ്ക്ക് ബലവാന്മാരാണ്, ശക്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു വലിയ കേന്ദ്രമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. നോക്കൂ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞത് ആ ഒരു കോളേജിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കോളേജുകളിലും ആരാണ് ശക്തർ, അവരുടെ മുന്നിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് തികച്ചും ആശയപരമായല്ല. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പല കോളേജുകളിലും ABPയുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഈ രീതിയിലല്ലേ? SFI ഈ രീതിയിൽ ഇവിടെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ABP. ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷികളെയും മാറ്റി നിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ABP ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, എല്ലാ സംഘടനകളും ആയിക്കോട്ടെ, അത്തരം അവരൊക്കെ ഇത് റീതിങ്ക് ചെയ്യണം. ഞങ്ങൾ ആശയപരമായിരിക്കണം, അല്ലാതെ ഈ കയ്യൂക്കിൻ്റെ ബലത്തിൻ്റെ ആ വിഭാഗത്തിലല്ല രാഷ്ട്രീയ പ്രവർത്തനം. പകരം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാലഘട്ടമാണ്.
കാരണം പണ്ടൊന്നും ഇതില്ല. പണ്ടത്തെ രാഷ്ട്രീയം, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം ചെയ്യുമ്പോഴും ഞാനും ക്രൂരമായ മർദ്ദനം എൻ്റെ VTM-NSS കോളേജിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അവിടെ ABP ആണ്. ഞങ്ങൾക്ക് ഒന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ഞാൻ യൂണിയൻ ഭാരവാഹിയായിരുന്നാണ്. എനിക്ക് അവിടെ പോയി ചെന്ന് നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് രാഷ്ട്രീയം. ഇത് ഇന്ന് തുടങ്ങിയല്ല, ഞാൻ എത്രയോ വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ഏകദേശം 28, 29, 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് തൊട്ട് തുടങ്ങിയിരിക്കുകയാണിത്. ഇന്ന് അതിൻ്റെ രൂപം മാറി. അന്ന് ആശയപരമായിരുന്നു ഞങ്ങൾ അതിൽ നിന്ന് അകറ്റിയെങ്കിൽ ഇത് ഇപ്പോൾ കയ്യൂക്കിൻ്റെയാണ്. ആരാണ് അവിടെ കൂടുതൽ, അവരുടെ കൂടെ മറ്റു വിദ്യാർത്ഥികൾ ചേരുന്ന ഒരവസ്ഥയാണ്. അത് പാടില്ല. അത് ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും അത് അഭിമാനിക്കില്ല. പക്ഷെ വേറെ കാര്യം, ഇവിടെ നോക്കൂ, ഇവിടെ ഈ കോളേജിൽ ഒരു വിഷയം നടന്നു. അത് അധികാരികൾ അറിഞ്ഞു. അവർ കൃത്യമായി ആക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ പ്രധാന പ്രതിയായ അഖിലിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് നിയമപരമായി നമ്മൾ അതിനൊരു പരിരക്ഷ ഈ ഗവൺമെൻറ് നൽകുന്നില്ല. ഇവർക്ക് നിയമപരമായ പരിരക്ഷ നൽകുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കുറ്റവാളികൾ ആരായിക്കോട്ടെ, അവർ നിയമത്തിൻ്റെ മുന്നിൽ വരണം. ഇനി ഇത്തരം ഒരച്ഛനും ഇന്ന് കേഴുന്നത് പോലെ കേഴാൻ പാടില്ല. അത് സംശയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഒരു വിഷയത്തിലും ഇത്തരം കാര്യങ്ങളിൽ അവിഹിതമായി ഇടപെടത്തില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രഭാത്, ഈ സംഭവം നടന്നത് 18-ാം തീയതിയാണ്, അതായത് ഈ മാസം 18-ാം തീയതി. അത് കഴിഞ്ഞു. ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക്, മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നി. അത്തരത്തിലേക്കായിരുന്നു ഈ ഒരു അന്വേഷണം നീണ്ടത്. താങ്കൾ പറഞ്ഞു ഉടനടി തന്നെ നടപടി ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഈ SFI പ്രവർത്തകരെ പൊതിഞ്ഞു വെക്കാനുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു പോലീസ് സ്വീകരിച്ചത്. അതിന് എന്ത് പറഞ്ഞാലും ശരിയാവില്ല. അല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു വിഷയം, നമുക്കൊരു വിഷയം ഒരിടത്ത് അറിയപ്പെടുന്നെങ്കിൽ എന്താ വേണ്ടത്? അതിനെതിരെ ഒരു സംശയം ഉണ്ടാവണം, അതിനെതിരെ FIR ഉണ്ടാവണം. FIR-ന് ശേഷമല്ലേ ഇത്തരം കാര്യങ്ങൾ. അതിനുശേഷം എന്ത് നടപടിയെടുത്തു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെയാണ് പറഞ്ഞത്, ഇത് പുറത്തുവിടാൻ പോലും ഈ കോളേജ് അധികൃതർ പോലും തയ്യാറായിട്ടില്ല. കാരണം അത്രയ്ക്ക് ഭയമാണ് SFI എന്നുള്ളൊരു സംഘടനയെ. SFI മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത്, നോക്കൂ, ഇതിന് പിന്നിൽ നിൽക്കുന്നത് SFI തന്നെയല്ലേ, SFI പ്രവർത്തകർ തന്നെയല്ലേ. ഈ കോളേജിൽ ഈ വിഷയം നടന്നത് SFI ആണ്. പക്ഷെ ഇതേപോലെ വിഷയങ്ങൾ നടക്കുന്ന എത്ര കോളേജുകളുണ്ട്. അവിടെ ABP ഇല്ലേ, KSC ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ വേറെ കാര്യം, SFIയും ABP എത്രയോ മർദ്ദനമേറ്റ് എത്രയോ പേര് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പറഞ്ഞത്, ഈ കലാലയ രാഷ്ട്രീയങ്ങളിൽ രാഷ്ട്രീയമല്ല നടക്കുന്നത്. കയ്യൂക്കാണ് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനകത്ത് SFIയെ മാത്രം നിങ്ങൾ കൊത്തേണ്ട കാര്യമില്ല, ABP ഉണ്ട്. SFI മാത്രം ഞാൻ പറയുന്നത് ഈ വിഷയം, ഈ ഒരു കൃത്യമായ ഞാൻ പറയട്ടെ, ഈ ഒരു കൃത്യമായ വിഷയം വന്നപ്പോഴാണല്ലോ ഇങ്ങനെ വന്നത്. ഇതേപോലെ എത്രയോ വിഷയങ്ങൾ, ABPയുടെ മർദ്ദനമേറ്റ് എത്രയോ പേരുണ്ട്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ചർച്ച ചെയ്യപ്പെടണം. ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അഴിക്കുള്ളിലേക്ക് പോകും എന്നുള്ള ധാരണ ഒരു സമൂഹത്തിന് ഉണ്ടാവണം, ഒരു വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കണം. പ്രഭാത്, ഞാൻ പറഞ്ഞത് കാര്യം എന്ന് വെച്ചാൽ 10 ദിവസം, അതായത് 18-ാം തീയതി നടന്ന സംഭവം, എന്നിട്ട് പോലും ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ പുറത്തറിഞ്ഞിട്ടില്ല. കോളേജ് അധികൃതരും ആ രീതിയിൽ ഇതിനെപ്പറ്റി കൃത്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഇതിൽ കുറ്റക്കാരാണ്. കുറ്റത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതൊന്നും മറച്ചു വയ്ക്കാനുള്ള ഒരു ഗവൺമെൻറ് അല്ല ഇന്ന് കേരളത്തിലുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടപടിയെടുക്കും, യാതൊരു സംശയവുമില്ല. ശരി. എന്തായാലും ഇനി നമുക്ക് ജോർജ് ജോസഫ്, റിട്ടയർഡ് SP കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറിന് കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആൾക്കൂട്ട വിചാരണയുടെ പേരിൽ നാളെയുടെ വാഗ്ദാനമാകേണ്ട ഒരു വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പ്രധാന പ്രതി അടക്കമുള്ള SFI പ്രവർത്തകരെ പിടികൂടുന്നത്. കേരളത്തിൽ ഈ അക്രമ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ വേണമോ? നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 10-40 വർഷമായിട്ട് ഞാനിത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഈ കലാലയത്തിൽ രാഷ്ട്രീയം വളർത്താനാണ് ശ്രമിക്കുന്നത്. അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. എല്ലാ സംഘടനകളും ആലോചിച്ചോളൂ, എല്ലാ കലാലയങ്ങളിലും പ്രവർത്തിക്കുകയാണ്.
അടിപിടി കുത്തപ്പെട്ട് എത്ര പേരുടെ ജീവനെടുത്തു, എത്ര കുട്ടികളുടെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് രാഷ്ട്രീയമായ ആശയപരമായ കുട്ടികളെ വളർത്തുന്നൊക്കെ അങ്ങ് കളഞ്ഞേരെ. കഴിഞ്ഞ 40 വർഷമായിട്ട് കേരളത്തിലെ നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഭീകരമായ മർദ്ദനമേറ്റിട്ടുണ്ട്, ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്ന എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാം. അതൊക്കെ ന്യായീകരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും. അതല്ല ആവശ്യം. ഇതിനകത്ത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ സർവകലാശാലയിലും രാഷ്ട്രീയം പ്രോഹിബിറ്റ് ചെയ്യണം. നമുക്ക് അതിനു വേണ്ടിയിട്ടല്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പിന്നാലെ പോകുന്നവരെ വളർത്താനുള്ള സംവിധാനമല്ല ഇത്. നമുക്ക് വേറെ അതൊക്കെ ആശയപരമായിട്ടെന്നൊക്കെ പലരും പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും. അതൊന്നും കേരളത്തിൽ ചിലവാകത്തില്ല. ഇവിടുത്തെ കുട്ടികൾ നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഹൈക്കോടതി ഇടപെട്ടിട്ട് ഗവൺമെൻറ് ചെയ്യില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നാലും ശരി, കുട്ടികളെ ആൾക്കാരെ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് അതിനുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കോളേജിലും സ്കൂളിലും അത് തന്നെ. ഇവിടെ ഉണ്ടായ എന്തൊരു ക്രൂരമായ മർദ്ദനമാണ്. ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ്. ഇത് പക്ക ക്രിമിനലാണ്. അത് കുട്ടികളെന്ന് പറയാൻ ലജ്ജ തോന്നും നമുക്ക്. അവരാരും പഠിക്കാൻ വന്നവരല്ല. അവിടെ ഓരോ യൂണിയൻകാരും അവരുടെ മേധാവിത്വം സ്ഥാപിക്കാനായിട്ട് അവിടെ വിചാരണ നടത്തി അത് SFIO അല്ലെങ്കിൽ മറ്റ് സംഘടനകളിൽ ചേരാത്ത കുട്ടികൾക്കെതിരായി അതിശക്തമായ നിഷ്ഠൂരമായ മർദ്ദനം നടത്തി അവരെ വസൂലാക്കാനായിട്ട്, അവരെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ്. ഇതൊരു ക്ലിയർ മർഡറാണ്. 130ഓളം കുട്ടികളുടെ മുമ്പിൽ വിട്ട് ഓപ്പണായിട്ട് ആ ആളെ നഗ്നനാക്കി നിർത്തി മർദ്ദിക്കുന്ന കണ്ട് രസിക്കുകയാണ് അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ ഡീനും അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കളും അവിടുത്തെ അധ്യാപക സംഘടനക്കാരും എല്ലാവരും. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇത് ഇത്ര ഭീകരമായ ഒരു മർദ്ദനം നമ്മൾ ഈ അടുത്ത കാലത്തെങ്കിലും കണ്ടിട്ടില്ല. എല്ലാ കോളേജിലും എല്ലാ കുട്ടികൾക്കും മർദ്ദനം ഏൽക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം കുട്ടികൾക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാനൊക്കും കേരളത്തിലെ? അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ കഴിവുള്ളിടത്തോളം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30-40% കോളേജുകളിലെ സർവകലാശാല അഡ്മിഷൻ ആളില്ല. കൃത്യമായി എല്ലാവരും, കാരണം ഓരോ കുട്ടികളുടെ വീട്ടിലെ അപ്പനമ്മമാർക്ക് അറിയാം എത്ര മനോവേദന. ഇപ്പോൾ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. എറണാകുളം മഹാരാജാസ് കോളേജിൽ എന്താ നടന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SFI യൂണിയൻകാരും മേധാവികളും ഗവർണറെ പ്രവേശിപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ. ഇതിനല്ലല്ലോ നമ്മൾ അവരെ അയക്കുന്നത്. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന്? ഏത് രാഷ്ട്രീയ നേതാവാണ് ഇതൊക്കെ കിടന്ന് കളിക്കുന്നത്? അവരവരുടെ വശത്തുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രവണത നമ്മൾ അവസാനിപ്പിച്ചേ വെക്കുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതി ഭരണഘടന 32-142 അനുസരിച്ച് ഇതിനകത്ത് ഇടപെടണം. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ അവിടെ ഒരു കോടതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിശയം തോന്നുന്നു. അത് എല്ലാ കോളേജുകളിലും ഇപ്പോൾ അത് ഉണ്ട്. ഇതൊക്കെ എന്തൊരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു ഭീകര ടെററിസ്റ്റ് സംഘടനയുടെ ആളുകളാണ്. അങ്ങനെ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്ന കുട്ടികളാണ് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നേതാവായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൈക്കോടതി ഇതിനകത്തൊന്ന് ഇടപെടണം. കാരണം ഗവൺമെൻറ് തലത്തിൽ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവരുള്ളതുകൊണ്ട് അവരാരും ഇതിനകത്ത് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂഷനിലെ 32-142 അനുസരിച്ച് അടിയന്തരമായിട്ട് ഇടപെടണം. ഇത് ഭരണഘടനാപരമായ ഒരു ബാധ്യത ഹൈക്കോടതി ഇതിനകത്ത് നിർവഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായ സംഘടനകൾ എല്ലാ കോളേജുകളിലും നിരോധിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഒരു കടമയാണ്. നമ്മുടെ കുട്ടികളുടെ ജീവന് അത് വളരെ ആവശ്യമാണ്. കേരളത്തിലെ ക്രമേണ കലാലയത്തിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അത് നമ്മൾ മനസ്സിലാക്കിക്കണം. അവിടെ ഇത് മുഴുവൻ കണ്ട് രസിക്കുന്ന അധ്യാപക സംഘടനകൾ എവിടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് പണി? അവിടെ ഇവരുടെ ഡീൻ എന്താണ് പണി? ഈ പ്രിൻസിപ്പളിന് എന്താണ് പണി? അപ്പോൾ അവരെയൊക്കെ പ്രതി ചേർക്കപ്പെടണം. എങ്കിലേ ഇത് നന്നാവുള്ളൂ. അല്ലാതെ കുട്ടികളെ മാത്രം പ്രതി ചേർക്കരുത്. ആ കോളേജിലെ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യേണ്ട എല്ലാ സംഘടനകളും, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ശരി, ഏതൊക്കെ യൂണിയൻ ഉണ്ടോ അവരുടെ നേതാക്കന്മാരെ ഇതിനകത്ത് പ്രതിയാക്കണം. കാരണം അവർക്കൊരു ബാധ്യതയുണ്ട്. ആ കോളേജ് യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കി ആൾക്കാരെ തല്ലിക്കൊള്ളുന്ന കണ്ട് രസിക്കുന്നത്, അതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും ഭരണഘടനാപരമായ ഒരു കടമ ഹൈക്കോടതി തീർച്ചയായിട്ടും നടത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 32-142 ഇൻവോക്ക് ചെയ്യണം. 32-226 അനുസരിച്ച് കോടതിക്ക് ഇടപെടാൻ അവകാശമുണ്ട്. കോടതി ഇത് കണ്ട് നോക്കിയിരിക്കരുത്. സോമോമായിട്ടായിട്ട് കോടതി എത്രയും പെട്ടെന്ന് ഇത് പ്രൊസീഡ് ചെയ്തിട്ട് ഒരു കമ്മീഷനെ വെച്ചിട്ട് കേരളത്തിലെ എല്ലാ കോളേജിലും ഇതുപോലെ നടന്ന സ്ഥലത്ത് അടിപിടിയൊക്കെ ഉണ്ടാക്കി അവശരായി കിടക്കുന്നവർ, കാലും കൈയും നഷ്ടപ്പെട്ടവർ, കണ്ണ് നഷ്ടപ്പെട്ടവർ എത്രയോ കുട്ടികളുണ്ട്. മാനസികമായി അബ്നോർമലായിട്ട് എത്രയോ വീടുകളിൽ പെൺകുട്ടികൾ നിൽക്കുന്ന ഈ കോളേജ് രാഷ്ട്രീയം കാരണം.
അപ്പോൾ അതേപ്പറ്റി ഒരു അന്വേഷണം നടക്കണം. കേരളത്തിൽ ഹൈക്കോടതി കമ്മീഷൻ വെക്കണം. ഈ കമ്മീഷൻ ഈ എല്ലാ കോളേജിലും ഇതുപോലെയുള്ള ക്രൂരമായ സംഭവം നടന്ന കേരളത്തിലെ എല്ലാ കോളേജുകളിലും കമ്മീഷൻ പോയി തെളിവെടുത്ത് ഹൈക്കോടതി കൊടുക്കണം. ഇത് സ്ഥിരമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഈ കുട്ടി സഖാക്കളുടെ ഈ പരിപാടികൾ നിർത്തേണ്ട സമയം കഴിയാൻ അങ്ങനെ ഒരു ഓർഡറാണ് കേരള ഹൈക്കോടതി ഇടേണ്ടത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലേക്ക് സമയം എത്രയോ നാളായിട്ട് അത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലും ആൾക്കൂട്ട വിചാരണയോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. RS പ്രഭാതിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രഭാത, ഇത് വാലന്റൈൻസ് ഡേക്ക് നടന്ന ഒരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കം, അതിനുശേഷമാണ് ഇങ്ങനെ ക്രൂര മർദ്ദനങ്ങളൊക്കെ ഉണ്ടായത്. നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ 130ഓളം വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കുകയാണ് ഒരു ക്യാമ്പസിൻ്റെ നടുമുറ്റത്തിട്ട് ഈ സിദ്ധാർത്ഥിനെ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും അതിനുശേഷം വെള്ളം പോലും നൽകാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ വെച്ച് വീണ്ടും വിളിക്കുകയാണ് ഈ SFI പ്രവർത്തകർ. റഹാൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി, SFI പ്രവർത്തകനായ വിദ്യാർത്ഥി തിരിച്ച് വിളിച്ചു വരുത്തിയിട്ടാണ് വീണ്ടും മർദ്ദിക്കുന്നത്. ഇത് മറ്റൊരിടത്തും നടക്കില്ല. മറ്റ് ഒരു സംഘടനകളും ഇതേപോലെ ക്രൂരമായ രീതിയിൽ നടപടിയെടുക്കില്ല. അതുമാത്രമല്ല, ഈ ഒരു സംഭവം പുറത്തറിഞ്ഞത് നാഷണൽ റാഗിംഗ് സെല്ലിൽ ചെന്നതിന് ശേഷം, പരാതി ചെന്നതിന് ശേഷമാണ് ഇത് പുറത്തറിഞ്ഞത്. ഇപ്പോൾ ഈ SFI പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇനിയും നിരവധി പ്രവർത്തകർ, SFI പ്രവർത്തകർ ഇതിൽ പിടിയിലാകാനുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ SFI സംസ്ഥാന സെക്രട്ടറി എന്തിനാണ് ഇപ്പോൾ കോളേജിൽ തുടരുന്നത്? അല്ല, ഈ വിഷയത്തിൽ നമുക്കൊരു സംഘടനയെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതൊരു ഈ വിഷയം നേരത്തെ ജോർജ് സാർ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കലാലയങ്ങളുള്ള വിഷയമാണ്. പക്ഷേ എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ട കാര്യമൊന്നുമില്ല. സാർ പറഞ്ഞ രണ്ട് പോയിൻ്റാണ് സാർ പറഞ്ഞത്. അതിൽ ഒരു പോയിന്റിൽ ഒരു കാരണവശാലും അതുമായി ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ഒരു സമൂഹം വളരുമ്പോൾ ആ സമൂഹത്തിനകത്ത് രാഷ്ട്രീയപരമായ ചിന്താഗതി ഉണ്ടാവണം. ആ രാഷ്ട്രീയപരമായ ചിന്താഗതി ഉണ്ടാവണമെങ്കിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണമെന്നുള്ളത് വളരെയധികം സത്യമായ കാര്യമാണ്. പക്ഷേ സാർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിൽ ഇതേപോലത്തെ എത്രയോ പേർ നമ്മളെ കലാലയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നും ആർക്കും ഒഴിച്ചുവിടാൻ പറ്റില്ല. അത് സാർ SFIയെ മാത്രമാണ് പറഞ്ഞത്. SFIയെ മാത്രം ആയിട്ട് പറയേണ്ട കാര്യവുമില്ല. ഇവിടെ SFIയും ABVPയും ഈ രണ്ട് സംഘടനകൾക്ക് ഈ വിഷയങ്ങളിൽ ബന്ധമുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അത് നിങ്ങൾ പറയുന്ന പോലെ ഇതിനകത്ത് സംസ്ഥാന നേതൃത്വമൊന്നും അറിഞ്ഞിട്ട് ഉണ്ടാവില്ല ഇതൊന്നും. ഇത് അതാത് കലാലയങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്ഫുള്ളായ ഒരു പ്രവർത്തനമാണ്. ഇത് രാഷ്ട്രീയപരമായി അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഒരു കലാലയ രാഷ്ട്രീയത്തിനെ ഇന്ന് കാണുന്ന കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാനും ആ രീതിയിലുള്ള പ്രവർത്തന രീതിയിലേക്ക് കൊണ്ടുവരുവാനും രാഷ്ട്രീയമെന്ന് പറയുന്നത് കലാലയങ്ങളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ കോടതി ഇടപെട്ട് ഇത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതിന് എന്ത് വ്യത്യസ്തമായി ആലോചിക്കാം. അപ്പോൾ ഒരു കോളേജിൽ എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള ആ അനുവാദം ഉണ്ടാവണം. അതിനുശേഷം ഇതേപോലുള്ള ഇപ്പം നമ്മൾ ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് നമ്മൾ അതിനകത്തൊരു അഫിഡവിറ്റ് കൊടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ റാഗിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡൗറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ രീതിയിലുള്ള ഡൗറി വാങ്ങിക്കാൻ പാടില്ല, റാഗിങ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് അവർ ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നത്. അത് SFIയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിനൊരു നിയമനിർമ്മാണം ഉണ്ടാവണം. കലാലയ രാഷ്ട്രീയങ്ങളിൽ ഈ രീതിയിലുള്ള ചിന്താഗതി മാറി ആശയപരമായ, സാറ് അതിനെ എതിർത്ത് പറയും ആശയം, പക്ഷേ ആശയം ഉണ്ടാവണം. ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫാസിസമായിരിക്കും. ആ ഫാസിസം അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ ഓരോ മതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിലായിരിക്കും. എവിടെയാണ് ആശയം ഉണ്ടാകുന്നത് ആ ആശയങ്ങളെ നശപ്പെടുത്തുവാൻ വേണ്ടിയുള്ള. ശരി പ്രഭാത്, എന്തായാലും ആശയങ്ങൾ ഉണ്ടാകണം, അത് നല്ലതിനാകണം, അല്ലാതെ ഇതേപോലെയുള്ള മരണങ്ങളിലേക്ക് നയിക്കുകയല്ല വേണ്ടത്. എന്തായാലും നമ്മളോട് പ്രതികരിക്കാൻ ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ കൂടി ചേരുകയാണ്. സന്ദീപ്, വീണ്ടും പൊലിഞ്ഞിരിക്കുന്ന ഒരു ജീവൻ കൂടെ ക്യാമ്പസിന്റെ അക്രമ രാഷ്ട്രീയം, അരാജകത്വ രാഷ്ട്രീയത്തിൽ, അതും SFI നേതാക്കളാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്.
വെറും 21 വയസ്സു മാത്രം പ്രായമുള്ള സിദ്ധാർത്ഥ് എന്ന വെറ്റിനറി സർവകലാശാല പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇവരുടെ ക്രൂര മർദ്ദനമാണ്. എന്തിനാണ് ഈ രീതിയിൽ ക്യാമ്പസ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്? സംസാരിച്ചാരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ LDF നേതാവാണ് RS പ്രഭാത്. അതന്നെ, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇരുന്ന് SFIക്ക് ന്യായീകരണം ചമയ്ക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അച്ഛന്റെയും അമ്മയുടെയും ഹൃദയവികാരം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവർക്ക് ഈ ജീവിതകാലം മനസ്സമാധാനം കിട്ടുമോ? അവരേതെങ്കിലും ഒരു ദിവസം ഇനി സ്വന്തം മകനെ ഓർത്ത് കരയാതെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുമോ? എന്ത് വൃത്തികെട്ട ഇടപാടാണ് നിങ്ങൾ ഈ കേരളത്തിലെ കലാലയങ്ങളിൽ ചെയ്യുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മുഴുവൻ സമ്പൂർണ്ണമായി തകർത്തത് ഈ SFI ഗുണ്ടായിസ് അല്ല. ഇത് ഒരു കോളേജിലുള്ള പ്രശ്നമാണോ? ഇവരുടെ ഇടിമുറികളും ഇവരുടെ ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതുമൊക്കെ ഒരു കോളേജിൽ മാത്രമല്ല, ഇവരോട് എതിരഭിപ്രായമുള്ള SFI എതിർക്കുന്ന സകല വിദ്യാർത്ഥികളെയും തല്ലിയൊതുക്കുക എന്നുള്ളത് എറണാകുളം മഹാരാജാസ് ആണെങ്കിലും തൃശ്ശൂരിലെ കേരളവർമ്മയാണെങ്കിലും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിലും കേരളത്തിലെ SFIക്ക് ആധിപത്യമുള്ള മുഴുവൻ കലാലയങ്ങളിലും എതിരഭിപ്രായമുള്ള വിദ്യാർത്ഥികളെയും മറ്റ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെയും ഒക്കെ തല്ലിയൊതുക്കുക എന്നുള്ളത് SFIയുടെ എക്കാലത്തെയും നയമാണ്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനുസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പണ്ട് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പമ്പയാറ്റിൽ എറിഞ്ഞു കൊന്നില്ലേ വിദ്യാർത്ഥികളെ? ABVP-ക്കാരായ പ്രവർത്തകരെ എറിഞ്ഞു കൊന്നില്ലേ? ആ എറിഞ്ഞു കൊന്നതിനെ പോലും ഇവർ നാണമില്ലാതെ ന്യായീകരിച്ചിട്ടുണ്ടോ നിയമസഭയ്ക്കകത്ത്? അപ്പം ഈ ഇത്തരം വിദ്യാർത്ഥികളെ കൊല ചെയ്തുകൊണ്ടുള്ള ഈ SFIയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറയായി. കേരളത്തിന്റെ ഗവർണർ ഇവരെ വിളിച്ചത് തീർത്തും യുക്തിസഹായമായിട്ടുള്ള SFIക്ക് യോജിച്ച പദം തന്നെയാണ്. ദ ബ്ലഡി ക്രിമിനൽസ് ആണ് കേരളത്തിലെ, ദ ബ്ലഡി ക്രിമിനൽസ് ആണ് SFIക്കാർ. അത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അതിക്രൂരമായി ദിവസങ്ങളോളം പീഡിപ്പിച്ച്, നഗ്നനാക്കി പീഡിപ്പിച്ച്, അടിച്ചു മൃഗീയമായി കൊല ചെയ്ത് ആ കൊലപാതക വിവരം പോലും മറച്ചുവെക്കാൻ ശ്രമിച്ച SFI നേതാക്കളെ വെള്ളപൂശുകയാണ്. SFI എന്ന സംഘടനയെ വെള്ളപൂശുകയാണ്. ഈ SFI നേതാക്കൾക്ക് ഈ തോന്നിവാസം മുഴുവൻ കാണിക്കാൻ പ്രചോദനമായത് SFIയുടെ നേതൃത്വം തന്നെയാണ്. SFIയുടെ പ്രത്യയശാസ്ത്രമാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ അവരുടെ കൊടിയിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അതൊക്കെ എല്ലാം അവർക്ക് മാത്രം ബാധകമായതാണ്. ബാക്കി ഒരു വിദ്യാർത്ഥി സംഘടനയും ഇവർ പ്രവർത്തിക്കാൻ സമ്മതിക്കാറില്ല. അതിനിപ്പോ കോൺഗ്രസിന്റെ സംഘടനയാണെങ്കിലും ലീഗിന്റെ സംഘടനയാണെങ്കിലും സംഘപരിവാർ സംഘടനയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അവരവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. CPIയുടെ AESFനെ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലല്ലോ, ഒതുക്കുമല്ലോ. ഈ തെമ്മാടി കൂട്ടത്തിന്, ഈ തോന്നിവാസികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിലെ അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെ വിശ്വസിച്ച് കലാലയത്തിൽ വിടാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇവർ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മുഴുവൻ തകർത്തു കഴിഞ്ഞു. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇപ്പൊ അഡ്മിഷൻ ഉണ്ടോ? എത്ര % കുട്ടികൾ അവിടെ പഠിക്കുന്നത്? കേരളത്തിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണോ പഠിക്കാൻ? എല്ലാവരും അന്യ സംസ്ഥാനത്തേക്ക് പോവുകയല്ലേ, അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയല്ലേ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? കേരളത്തിലെ കോളേജുകൾ ഈ തെമ്മാടിക്കൂട്ടത്തിന്റെ പ്രവർത്തനം കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അക്കാഡമിക് അന്തരീക്ഷം മുഴുവൻ ഇവര് മലീമസമാക്കി. അവിടെ ചെല്ലുന്ന ശേഷിക്കുന്ന പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ ക്രിമിനൽ കേസുകളെ പ്രതികളാക്കി മാറ്റി. ഈ തെമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ വാസ്തവത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അങ്ങേയറ്റത്തെ തകർച്ചയിലേക്കാണ് പോകുന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒരു പാവപ്പെട്ട കുട്ടിയെ, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ മർദ്ദിച്ചു കൊന്നിട്ട് നാണമില്ലാതെ വീണ്ടും ന്യായീകരിക്കുന്ന ആളുകളെയാണ് വാസ്തവത്തിൽ കേരളം സൂക്ഷിക്കേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ച. എന്തായാലും ഇതാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച എന്ന് വീണ്ടും സംസ്ഥാന സർക്കാർ പറയുന്നു. ഓരോ ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് അറുതി വരുത്തുക തന്നെ വേണം. ഈ ചർച്ചയിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.